കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹെബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു തൻ്റെ മക്കളെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് തിരുവചനം നമുക്ക് ഉറപ്പും പ്രത്യാശയും നൽകുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിലും ഒറ്റപ്പെടലുകളിലും കർത്താവായ യേശു നമുക്ക് ഉറപ്പ് നൽകുന്നു: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. മനുഷ്യർ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും സാമ്പത്തികമോ ശാരീരികമോ ആയ തകർച്ചകളിൽ ആരും കൂടെയില്ലെന്ന് തോന്നുമ്പോഴും ഈ ദൈവം വിളിച്ചു പറയുന്നു: ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഒരു അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ മറക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ സൃഷ്ടാവായ ദൈവത്തിന്, കർത്താവായ യേശുവിന് തൻ്റെ മക്കളെ ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതയാത്ര അവസാനിക്കുന്നത് വരെയും അതിനുശേഷവും അവിടുത്തെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനം വ്യക്തമാക്കുന്നു: യുഗാന്തം വരെ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ യോഗ്യതയോ കഴിവോ നോക്കിയല്ല ദൈവം ഈ വാഗ്ദാനം നൽകുന്നത്. അപ്പൻ മക്കളെ പരിപാലിക്കുന്നത് പോലെ സൃഷ്ടാവായ ദൈവം തൻ്റെ മക്കളായ നമ്മെ പരിപാലിക്കുന്നു. മനുഷ്യർ നമ്മെ കൈവിട്ടാലും സാഹചര്യങ്ങൾ പൂർണ്ണമായി എതിരായാലും കർത്താവായ യേശു ക്രിസ്തു പറയുന്നു: മകനെ, മകളെ, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്ത ദൈവവുമാണ്. ദൈവത്തിനു മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഇന്ന് എന്നിൽ നിറവേറ്റണമേ. നമ്മുടെ സകല പ്രാർത്ഥനകളും നമ്മുടെ ആവശ്യങ്ങളും കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം: എൻ്റെ വാഗ്ദാനം നിറവേറ്റുന്ന സമയമാണിത്. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. നമുക്ക് വിശ്വാസത്തോടെ ഏറ്റുപറയാം: നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ആ ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഇടയനായ രാജാവ്, എൻ്റെ കർത്താവ് എന്നും ജീവിക്കുന്നു. വാഗ്ദത്തത്തിൻ സമയമാണിത്. ആമേൻ. മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. യേശുവേ, നമ്മുടെ ഏകാന്തതയിൽ ഒറ്റപ്പെടലിൽ നമ്മെ സഹായിക്കുന്ന ദൈവം, ആ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരും. മഹത്വത്തിൻ്റെ രാജാവ് നമ്മിലേക്ക് എഴുന്നള്ളുന്ന ദിവസമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം: നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആരുമില്ലാതേകനാകുമ്പോ, മരണനിഴലിൻ ഭീതിയേറുമ്പോൾ, ആരുമില്ലാതേകനാകുമ്പോൾ, മരണനിഴലിൻ ഭീതിയേറുമ്പോൾ, അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. പരിശുദ്ധ റൂഹാ,
പരിശുദ്ധ റൂഹ. നമ്മുടെ കണ്ണുനീരിൻ്റെ ദിനങ്ങൾ സന്തോഷമായി മാറുന്ന നിമിഷം. ദൈവം നമ്മെ മകനും മകളുമായി തിരഞ്ഞെടുത്ത് നമ്മെ മാറോട് ചേർക്കുന്ന സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുനീർ ഒപ്പിയെടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അബ്ബാ പിതാവേ, ആമേൻ. അബ്ബാ പിതാവേ. ഓ ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ റൂഹ. പരിശുദ്ധ റൂഹ. ഇന്ന് കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും നമ്മിൽ നിറവേറുകയും നാം അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.